നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ദയാധനമായ 34 കോടി രൂപ ലഭിച്ച കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വീട് സന്ദർശിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 24 ക്യാമ്പയിൻ നടത്തിയിരുന്നു. റഹീമിന്റെ മാതാവുമായി സംസാരിച്ച ആർ ശ്രീകണ്ഠൻ നായർ റഹീം വീട്ടിലെത്തും വരെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഉമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷം തന്നെ. ആദ്യ തവണ കണ്ട ഉമ്മ അല്ല അത്. ഞാനിപ്പോ ഉമ്മയെ കുറിച്ച് കൂടുതൽ കണ്ടത്. ഉമ്മ മാറിപ്പോയില്ലേ? നമ്മുടെ ജിദ്ദയിലുണ്ടായിരിക്കുന്ന സമിതിയുടെ ചെയർമാൻ ആലിംഗിൽ മുഹമ്മദ് സാർ, അദ്ദേഹം നമ്മുടെ 24ന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാല് റഹീമിനെ ഉമ്മയുടെ അടുത്ത് എത്തിയിട്ടേ നമ്മൾ ഇതിന് പിൻവാങ്ങുന്നതാണ്. എത്ര ആഴ്ചയായാലും 2 മാസം ഞങ്ങോട്ട് പറയില്ലേ, ഇത്രയും ഇങ്ങനെ ദീർഘായുസിട്ടെന്ന് അതാണ് സ്തുതിക്കുക. ഇതേമാതിരി ഇങ്ങോട്ട് പോയി കിട്ടാനും ഒക്കെ എനിക്ക് വേണ്ടി പറഞ്ഞു. ദൈവത്തിനോട് പ്രസംഗം അവനും കൂടി വന്നാലും 3 മക്കളുണ്ട്. 3 കൂടെ അങ്ങനെ ജീവിക്കും. നല്ല സന്തോഷം ഉണ്ടാവും. അത് സന്തോഷം തരട്ടെ. ഏറ്റവും വലിയ ഹീറാമുട്ടി 34 കോടിയായിരുന്നു. അത് കടക്കാൻ മലയാളികൾ പെട്ടെന്ന് കിട്ടി. എത്ര പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന്. മാത്രം നമുക്ക് ഇനി 2 ദിവസം ബാക്കി കിടക്കുക. വേറെ ആരെങ്കിലും കൊടുക്കാന്നുള്ള ഇതിനെ നന്ദി പറയണ്ടല്ലേ. ഈ ആളുകൾക്കൊക്കെ നന്ദി പറയണ്ടാവും. ഇത്രയും വേഗത്തിൽ എന്റെ കുട്ടിക്ക് വേണ്ടി കിട്ടിയല്ലോ എന്നുള്ളത്. എന്റെ നമ്മളെ ആവശ്യം കഴിഞ്ഞില്ലേ, ഇനി ബാക്കി അല്ല തരും നേരിട്ട്. അപ്പൊ ഇനി അയക്കണ്ട. വേണ്ട. ആർ ശ്രീകണ്ഠൻ നായരുമായി ഫോണിൽ സംസാരിച്ച് അബ്ദുൾ റഹീം സഹായിച്ചവരോട് നന്ദി പറഞ്ഞു. 18 വർഷത്തിന് ശേഷം 24ലൂടെ റഹീമിന്റെ ശബ്ദം പുറം ലോകം കേട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കും, ഈ 18 വർഷം അമ്മ എങ്ങനെ തള്ളി നീക്കിന്ന്. ഓരോ നിമിഷവും ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ. ശരിക്കും എനിക്കൊന്നും പറയാനില്ല. ഉമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷം തന്നെ. ആദ്യ തവണ കണ്ട ഉമ്മ അല്ല അത്. ഞാനിപ്പോ ഉമ്മയെ കുറിച്ച് കൂടുതൽ കണ്ടത്. ഉമ്മ മാറിപ്പോയില്ലേ? ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയുന്നവർ എല്ലാവർക്കും ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്. ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം. ഉമ്മ കേട്ടോണ്ടിരിക്കുക. ഇത് വിളിച്ച് ഉമ്മ ഇപ്പൊ വലിയ താരമാകട്ടോ. ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ 30 TV ചാനലുകളൊക്കെയാ ഒരേ സമയം. അതെ, എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അവിടെ ആലിംഗൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. അപ്പൊ റഹീം സന്തോഷമായിട്ട് ധൈര്യമായിട്ടിരിക്കുക. നന്ദി റഹീം, നന്ദി. ഉമ്മ ഒരു കാര്യം പറഞ്ഞു. കാര്യമല്ലേ ചെയ്യുന്നത്. ഇത് കുട്ടീനെ ഒരു കൂട്ടി കാട്ടി തരാൻ ഇത്രയും വർഷം കിടക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഷോപ്പിംഗ് മാളിൽ ആക്രമണം. അക്രമിയുടെ കുത്തേറ്റ് 5 പേർ മരിച്ചു. നിരവധി പേർക്ക് പരുക്ക്. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോപ്പിംഗ് മാൾ താൽക്കാലികമായി അടച്ച ശേഷം പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സിഡ്നിയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സ്വരാജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? എന്തായിരുന്നു അക്രമിയുടെ ഉദ്ദേശം? വേണു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടി സിഡ്നിയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള ബോണ്ടി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള അക്രമം അരങ്ങേറിയത്. 3 മണിക്ക് ശേഷം അക്രമി വലിയ ഒരു കത്തിയുമായി ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിലോട്ട് ഇരച്ചു കയറുകയായിരുന്നു. തുടർന്ന് കണ്ണിൽ കണ്ടവരെയെല്ലാം യാതൊരു പ്രകോപനവുമില്ലാതെ അക്രമി കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5ഓളം പേർ മരണപ്പെട്ടു. തുടർന്ന് നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ഏകദേശം 8ഓളം പേരെ തുടർന്ന് അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയുമുണ്ടായി. സംഭവവുമായി അക്രമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവ സ്ഥലത്ത് പോലീസ് കാവൽ തുടരുകയാണ്. അക്രമിയെ നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് വെടിവെച്ചു കൊന്നു.
പ്രദേശത്ത് ശക്തമായ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. വേണു. ശരി, സ്വരാജ് സെബാസ്റ്റ്യനാണ് സിഡ്നിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകത പരിഹരിച്ചില്ല. കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂർ നൽകിയിട്ടും പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സംവിധാനം വഴി തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിയില്ല. 400 മുതൽ 1000 രൂപയുടെ വരെ കുറവാണ് പെൻഷനിലുണ്ടായത്. കഴിഞ്ഞ മാസം മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകതയുണ്ടായത്. കേന്ദ്രവിഹിതം കൂടി ലഭിക്കുന്ന വാർദ്ധക്യകാല, വിധവ, വികലാംഗ പെൻഷനുകളിലാണ് ഗുണഭോക്താക്കൾക്ക് വിഹിതം കുറഞ്ഞത്. കേന്ദ്രവിഹിതം വൈകുന്നതിനാൽ സംസ്ഥാനം ഇത്തവണയും മുൻകൂറായി കേന്ദ്രവിഹിതം നൽകി. കേന്ദ്ര നിർദ്ദേശപ്രകാരം പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സംവിധാനം വഴിയാണ് ഈ തുക നൽകിയത്. എന്നാൽ ഈ സംവിധാനത്തിലെ തകരാർ കാരണം ഈ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയില്ല. 2 മാസത്തെ ഗഡു വിതരണം ചെയ്തതിനാൽ 400 മുതൽ 1000 രൂപയുടെ വരെ കുറവാണ് പെൻഷനിലുണ്ടായത്. 6.88 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് തുക പൂർണ്ണമായും ലഭിക്കാനുള്ളത്. കഴിഞ്ഞ മാസം വിതരണം ചെയ്ത ഒരു ഗഡു പെൻഷനിലും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. ഇത് ഉടൻ പരിഹരിക്കുമെന്നായിരുന്നു കേന്ദ്രം അറിയിച്ചത്. എന്നാൽ 1 മാസം പിന്നിടുമ്പോഴും തകരാർ പരിഹരിക്കാനായിട്ടില്ല. ഗുണഭോക്താക്കൾക്ക് ഈ തുക എപ്പോൾ ലഭിക്കുമെന്നതിലും അനിശ്ചിതത്വം തുടരുന്നു. 24 തിരുവനന്തപുരം. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് നാട്ടുകാർ. ആനയെ കരയ്ക്കെത്തിക്കാനെത്തിച്ച JCB വിട്ടുനൽകാമെന്ന് പ്രദേശവാസികൾ സമ്മതിച്ചു. ഉറപ്പ് ലംഘിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. കോതമംഗലം കോട്ടപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടി വെച്ച് വനമേഖലയിലേക്ക് മാറ്റണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. മയക്കുവെടി വെക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് JCB ഉപയോഗിച്ച് ആനയെ പുറത്തെത്തിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നാട്ടുകാർക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താമെന്ന് വനം വകുപ്പും പഞ്ചായത്തും ഉറപ്പു നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. തടഞ്ഞുവച്ച JCBയും മോട്ടറും വിട്ടുനൽകാമെന്ന് നാട്ടുകാർ സമ്മതിച്ചു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിഷേധക്കാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. 24 കൊച്ചി. പാലക്കാട് മലമ്പുഴയിൽ പരുക്കേറ്റ് അവശനിലയിലായ കാട്ടാനയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഡോക്ടർമാരുടെ സംഘം ഇന്നും ആനയെ പരിശോധിച്ചു. ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയാകുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. മലമ്പുഴയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു പുരോഗതിയുമില്ല. എഴുന്നേൽക്കാൻ കഴിയാതെ പൂർണ്ണ സമയവും കിടക്കുന്ന കാട്ടാന ഭക്ഷണവും എടുക്കുന്നില്ല. ഇന്നും ഡോക്ടർമാരുടെ സംഘം ആനയെ പരിശോധിച്ചു. ആരോഗ്യനിലയിൽ ഇതുവരെ കാര്യമായ പുരോഗതിയില്ല. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതാണ് തിരിച്ചടിയായത്. രാത്രിയിൽ മറ്റ് കാട്ടാനക്കൂട്ടം പരിക്കേറ്റ ആനയ്ക്ക് അരികിലെത്താൻ ശ്രമിക്കുന്നതും വനംവകുപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് ട്രെയിൻ കടന്നുപോകുന്നതിനിടെ ആനയ്ക്ക് പരിക്കേൽക്കുന്നത്. വയനാട് പുൽപ്പള്ളി കവലമറ്റത്ത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ഭീതി വിതച്ചു. പാലക്കാപ്പറമ്പിൽ രാഘവൻ എന്ന കർഷകന്റെ വീടിന് മുന്നിൽ ഉണക്കാനിട്ടിരുന്ന നെല്ല് കാട്ടാന തിന്നു. ഉണക്കാനിട്ടിരുന്ന 60 കിലോയോളം നെല്ലിൽ ഭൂരിഭാഗവും ആന കഴിച്ചതായാണ് കർഷകൻ പറയുന്നത്. തുടർന്ന് വനപാലകർ എത്തിയാണ് തിരികെ കാട്ടിലേക്ക് തുരത്തിയത്. വനാതിർത്തിയോട് ചേർന്നുള്ള മരിയനാട്, ഗാന്ധിനഗർ, വട്ടത്താണി, അഴീക്കോടൻ നഗർ മേഖലയിലും കഴിഞ്ഞ 1 മാസമായി കാട്ടാന ശല്യം രൂക്ഷമാണ്. 24 പാലക്കാട്. സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ 3 മരണം. ഇടുക്കി രാജാക്കാട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനം മറിഞ്ഞ് 2 പേർക്ക് ദാരുണാന്ത്യം. മലപ്പുറം ചങ്ങരംകുളത്ത് കാർ അപകടത്തിൽ യുവാവ് മരിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂരിൽ KSRTC സ്വിഫ്റ്റ് ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരുക്ക്. രാവിലെ 9 മണിക്കാണ് ഇടുക്കി രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടത്. ശിവഗംഗ സ്വദേശിയായ റെജീന, മകൾ 10 വയസ്സുകാരിയായ സന എന്നിവർ അപകടത്തിൽ മരിച്ചു. തേക്കടി സന്ദർശിച്ച ശേഷം മൂന്നാറിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 23 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അന്നേരമാണ് ഒരു ബസ് മുകളിൽ നിന്ന് വളരെ കൺട്രോൾ തെറ്റി വളരെ സൗണ്ടിൽ വരുന്നു. പെട്ടെന്ന് അയ്യോ ഒന്ന് ഞങ്ങളൊന്ന് വിളിച്ചു. എന്നിട്ട് മന്നാക്കുടി മുതൽ പുത്തുങ്കൽ വരെ കുത്തിറക്കം. ഒരു ഹെയർ പിൻ വളവെന്ന് പറയാൻ ഒരു 5-6 എണ്ണമെങ്കിലും കാണും. അതേ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മലപ്പുറം ചങ്ങരംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ ആനക്കര സ്വദേശി ശ്രീരാഗാണ് മരിച്ചത്. കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. 4 പേർക്ക് പരിക്കുണ്ട്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ KSRTC സ്വിഫ്റ്റ് ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു.
24 ഇടുക്കി. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരൻ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. മലപ്പുറം മുതുവല്ലൂർ മുതുപറമ്പിൽ താമസിക്കുന്ന മുഹമ്മദ് ഷാമിലിന്റെ ചികിത്സയാണ് പണമില്ലാത്തതിനാൽ വഴിമുട്ടിയത്. 3 കോടി രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടത്. കളിയും ചിരിയുമായി നടന്നിരുന്ന ഷാമിൽ മോൻ പെട്ടെന്നാണ് കിടപ്പിലായത്. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഷാമിലിന്റെ അരയ്ക്ക് താഴെ തളർന്നു. പരസഹായമില്ലാതെ നടക്കാനാകില്ല. തിരുവനന്തപുരം SIT ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. അപ്പോൾ അവന് എത്രയും പെട്ടെന്ന് നമുക്ക് ആ 25 ലക്ഷത്തിൻ്റെ ആ മരുന്ന് ഡോസ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ആദ്യത്തെ നടക്കുന്ന പോലെ നമുക്ക് പതുക്കെ അവൻ എത്തിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അല്ലെങ്കിൽ ഞങ്ങൾ മോന് പറ്റ നടക്കാൻ കഴിയാതെ കിടപ്പിലായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ മരുന്നൊക്കെ കിട്ടാൻ എല്ലാവരെയും സഹായമൊക്കെ ആവശ്യമാണ്. മുഹമ്മദ് ഷാമിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പരമാവധി സുമനസ്സുകളിൽ നിന്ന് പണം ശേഖരിക്കുന്നുണ്ട്. ഷാമിലിന്റെ കുടുംബത്തിന് 3 കോടി രൂപ എന്നത് താങ്ങാൻ കഴിയാത്ത തുകയാണ്. 72 ലക്ഷം വരുമ്പോൾ കുട്ടിക്ക് മിനിമം ഒരു 4 വർഷമെങ്കിലും, അതായത് കുട്ടിക്ക് ഒരു 18 വയസ്സ് തികഞ്ഞവരെങ്കിലും തുടർച്ചയായി കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അത് കണക്കൂട്ടിയ ഒരു 3 കോടി രൂപ ഈ ചികിത്സയ്ക്ക് വേണ്ടി ചെലവ് വരുന്നുണ്ട്. അത് ഒരു നിലക്കും ഈ കുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബത്തെ കൊണ്ടോ, അത് മാത്രമല്ല ഞങ്ങളുടെ ഈ നാടിനെ കൊണ്ടോ സാധ്യമല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു ജനകീയ സമിതി വിളിച്ചു ചേർത്തു. അവിടുന്ന് ജനകീയ സമിതിക്ക് രൂപം കൊടുത്തു. മലയാളികൾ ഒന്നിച്ചാൽ ഈ പണം കണ്ടെത്താം. ഷാമിലിന്റെ പഴയ കളിയും ചിരിയും വീണ്ടെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. 24 മലപ്പുറം. PVRലെ മലയാള സിനിമ റിലീസ് തർക്കത്തിൽ സമവായ ചർച്ച. ഫെഫ്കയും PVR പ്രതിനിധികളും ചർച്ച നടത്തുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയും വിഷയത്തിൽ ഇടപെട്ടു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എങ്ങനെ പുരോഗമിക്കുന്നു ചർച്ച? വേണു, മലയാള സിനിമകളെ ഇന്ത്യയിൽ വ്യാപകമായി ബഹിഷ്കരിച്ചിരിക്കുകയാണ് PVR. അത് ഈ കണ്ടന്റ് മജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഈ തർക്കത്തിലേക്കും അതോടൊപ്പം ഈ മലയാള സിനിമയെ ബഹിഷ്കരിക്കാനും PVRനെ പ്രേരിപ്പിച്ചത്. ഇന്ന് ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരെ വലിയ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് ഫെഫ്ക കാര്യം ധരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ MA യൂസഫലിയുടെ സഹായം തേടിയിരുന്നു. കൊച്ചിയിൽ ലുലുവിലാണ് PVR പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് MA യൂസഫലി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നിലവിൽ ഫെഫ്ക പ്രതിനിധികളും അതോടൊപ്പം തന്നെ MA യൂസഫലിയും PVRന്റെ അധികൃതരും തമ്മിൽ ഒരു സംയുക്ത ചർച്ച നടത്തുകയാണ്. ഫെഫ്ക മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇത്രയും ദിവസം മലയാള സിനിമകൾ പ്രവർത്തിക്കാതിരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ നഷ്ടപരിഹാരം ഈ നിർമ്മാതാക്കൾക്കും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ പ്രവർത്തകർക്കും നൽകണം. കാരണം യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകളെ പെട്ടെന്ന് പിൻവലിച്ചത്. അത് ശരിയായ ധാരണയല്ല, തെറ്റായ സന്ദേശം നൽകുന്നതാണ്. മലയാള സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ഏകപക്ഷീയമായ നിലപാട് PVRന്റെ ഭാഗത്തു നിന്നാണ്. എന്തായാലും ചർച്ചയിൽ അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ സമരം തെരുവിലേക്ക് നീളുമെന്ന് ഫെഫ്കയുടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷു സമയമാണ്, പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്ത പശ്ചാത്തലമാണ്. അതുകൊണ്ട് അവിടെ എങ്ങും PVRന്റെ ഒരു തിയേറ്ററിലും പക്ഷേ മലയാള സിനിമകൾക്ക് ബുക്കിംഗ് ചെയ്യാനുള്ള സംവിധാനം നിലവിലില്ല. വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് ഫെഫ്ക ഇന്ന് വ്യക്തമാക്കിയത്. പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന ഈ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാനാവൂ. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശമ്പള പ്രതിസന്ധിയിൽ പാലക്കാട് KSRTC ജീവനക്കാരുടെ പ്രതിഷേധം. പാലക്കാട് ഡിപ്പോയിൽ വിഷുക്കണി ഒരുക്കിയാണ് എംപ്ലോയീസ് സംഘിന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികൾ നാളെ വിഷു ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക് ഇതുവരെ പൂർണ്ണമായ ശമ്പളം കിട്ടിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ KSRTC സ്റ്റാൻഡിൽ ഇപ്പോൾ പ്രതിഷേധ കണി ഒരുക്കിക്കൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. KSRTCയിൽ മന്ത്രി അടക്കം മാറി വന്നിട്ടും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. നിരന്തരം തങ്ങളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പരാതികളും മറ്റും നൽകിയിട്ടും പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിച്ചിട്ടും
ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ വിഷുക്കണി ഒരുക്കിക്കൊണ്ട് ഇന്നിപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്ക് കാണാൻ കഴിയും ഈ പ്രതിഷേധ വിഷുക്കണിയിൽ സാധാരണ വിഷുവിനെ നമ്മൾ ഒരുക്കുന്ന കണിയിൽ ഒരുക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ഈ മാസം നിങ്ങൾക്ക് പകുതി ശമ്പളം, മാർച്ചിലെ പകുതി ശമ്പളം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതെ, നമുക്ക് കഴിഞ്ഞ കുറേ സമയമായിട്ട് പൂർണ്ണമായിട്ട് ശമ്പളം തരുന്നില്ല. അത് ഗഡുക്കളായിട്ടാണ് ശമ്പളം തരുന്നത്. അത് ജീവനക്കാരുടെ യാതൊരുവിധ നിർദ്ദേശവും ഇല്ലാതെ, അവരുടെ അഭിപ്രായം പോലും ചോദിക്കാതെ ജീവനക്കാരുടെ KSRTC ജീവനക്കാരുടെ ശമ്പളം പകുതിയായിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തോന്നുന്ന സമയത്താണ് തരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കണമെന്നാണ് BMSന് പറയാനുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞത് 5-ാം തീയതി, എല്ലാ മാസവും 5-ാം തീയതി കൃത്യമായി ശമ്പളം തരുമെന്ന് പറഞ്ഞതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാറിൽ നിന്ന് 42 ലക്ഷം രൂപയുടെ കള്ളപ്പണവുമായി യുവാക്കൾ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശികളായ വിജയകുമാർ, രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്നും പുലാമന്തോളിലേക്ക് പണം കടത്താനായിരുന്നു യുവാക്കളുടെ ശ്രമമെന്ന് പോലീസ്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്താണ് ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത്? വേണു, വിഷുവിനോടനുബന്ധിച്ച് അതിർത്തികളിലൊക്കെ പരിശോധനകൾ വളരെയധികം വ്യാപകമാക്കിയിട്ടുണ്ട്. കേരള അതിർത്തി വിട്ട് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും പ്രവേശിക്കുന്ന വാഹനങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇരു സംസ്ഥാനങ്ങളും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വാഹന പരിശോധനയ്ക്ക് ഇടയിലാണ് 42 ലക്ഷം രൂപയുടെ കള്ളപ്പണം ഈ വാഹനത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതും ഈ പണം ഒളിപ്പിച്ചത് വളരെ വിദഗ്ധമായാണ്. അതായത് ബൈക്കിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക അറയുണ്ടാക്കി അവിടെയാണ് ഈ പണം ഒളിപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയും. മഹാരാഷ്ട്ര സ്വദേശികളായിട്ടുള്ള വിജയകുമാർ, രഞ്ജിത്ത് എന്നിവരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് മലപ്പുറം പുലാമന്തോളിലേക്ക് പണം കടത്താനായിരുന്നു യുവാക്കളുടെ ശ്രമം എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് എവിടെ നിന്ന് ഈ പണം ലഭിച്ചു, ആര് നൽകി, ആർക്കു വേണ്ടി കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും പ്രതികളെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു പോരുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദീപാലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പാണ് ഇത്തവണയും ദീപാലങ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. ക്ഷേത്രം ശാന്തി മണക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 5 നിലകളിലായി 100 അടി ഉയരമുള്ള പന്തലാണ് ഇത്തവണ നിർമ്മിക്കുന്നത്. ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ഉമാ അനിൽകുമാർ, മുൻ MP സാവിത്രി ലക്ഷ്മണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CK ഗോപി, U പ്രദീപ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം UPA സർക്കാർ പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകിയില്ല എന്ന് വിമർശിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. തിരിച്ചടിക്കണം എന്ന പൊതുവികാരമുണ്ടായിട്ടും സർക്കാർ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയുന്നതിൽ 2014 ശേഷമുള്ള വിദേശകാര്യ നയം ഫലം കണ്ടു. ഭീകരർക്ക് തക്കതായ മറുപടി നൽകുമെന്നും വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പൂനെയിൽ യുവാക്കളുമായുള്ള സംവാദത്തിലാണ് S ജയശങ്കറിന്റെ പരാമർശം. ഇതോടെ 24 റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു.